ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് കാറിനെ അവതരിപ്പിക്കാൻ ഒരുങ്ങി ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട. വരുന്ന 2019 ടോക്കിയോ മോട്ടോർ ഷോയിലാണ് പുതിയ അൾട്രാ കോമ്പാക്ട് 2-സീറ്റർ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനി അവതരിപ്പിക്കുക. നഗരയാത്രകൾക്ക് അനുയോജ്യമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോഡലാണിത്. പരിസ്ഥിതി മലിനീകരണം പരമാവധി കുറച്ച് ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ ചെറു ഇലക്ട്രിക് കാർ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത വർഷത്തോടെ വാഹനത്തെ ജപ്പാനീസ് നിരത്തുകളിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കമ്പനി അറിയിച്ചു. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 100 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ വാഹനത്തിന് സാധിക്കും. മണിക്കൂറിൽ 60 കിലോമീറ്ററാണ് പരമാവധി വേഗത. എളുപ്പത്തിൽ വളച്ചെടുക്കാൻ ഷോർട്ട് ടേണിംഗ് റേഡിയസ് ആണ് വാഹനത്തിനുള്ളത്. 2 പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന കാറാണിത്. എന്നാൽ വാഹനത്തെ സംബന്ധിച്ചോ ബാറ്ററി പാക്ക് സംബന്ധിച്ച വിവരങ്ങളോ ഒന്നും തന്നെ കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. പുറത്തുവിട്ട ആദ്യ ചിത്രങ്ങൾ പ്രകാരം സ്പോർട്ടി ബോണറ്റിനോടൊപ്പം മുന്നിൽ നിരനിരയായി ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ 5 പോഡ് LED ഹെഡ്ലാമ്പുകൾ കാണാം. ടേൺ ഇൻഡിക്കേറ്ററുകളോടെയാണ് റിയർ വ്യൂ മിറർ. വെർട്ടിക്കലായുള്ള ടെയിൽ ലാമ്പ്, സ്റ്റീൽ വീൽ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിങ്ങനെ നീളും ചെറു ഇലക്ട്രിക് കാറിന്റെ സവിശേഷതകൾ. 2 വശത്തെയും ഹെഡ്ലാമ്പുകൾക്ക് നടുവിലായാണ് ചാർജിംഗ് പോർട്ട്. 2490 mm നീളവും 1290 mm വീതിയും 1560 mm ഉയരവും മാത്രമാണ് വാഹനത്തിനുള്ളത്. പ്രായമായവർക്കും അനായാസം കൈകാര്യം ചെയ്യത്തക്ക വിധമാണ് വാഹനത്തിന്റെ നിർമ്മാണമെന്നും ടൊയോട്ട വാഹന വികസന മേധാവി അഹിങ്കിരോ യാനക് പറഞ്ഞു. അതേസമയം 2021 ഇന്ത്യയിൽ പുതിയ ഇലക്ട്രിക് വാഹനത്തെ വിപണിയിൽ അവതരിപ്പിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ സഹകരണത്തോടെയാകും ഇലക്ട്രിക് ഹാഷ്ബാക്ക് നിരയിലേക്ക് വാഹനത്തെ അവതരിപ്പിക്കുന്നതെന്നും കമ്പനി അറിയിച്ചു. 2017 മാരുതി സുസുക്കി ടൊയോട്ട കൂട്ടുകെട്ട് ആരംഭിക്കുന്നത്. സുസുക്കിയോടൊപ്പമുള്ള കൂട്ടുകെട്ടിൽ അടുത്ത 5 മുതൽ 7 വർഷത്തിനിടയിൽ 12 മോഡലുകൾ വിപണിയിലെത്തിക്കാനാകുമെന്നാണ് ടൊയോട്ട ലക്ഷ്യമിടുന്നത്. 2020 ഏപ്രിൽ 1 നിലവിൽ വരുന്ന BS6 നിയന്ത്രണങ്ങൾ മൂലം ടൊയോട്ട എത്തിയോസ് ലിവയുടെ നിർമ്മാണം കമ്പനി നിർത്തലാക്കുകയാണ്. ഈ സ്ഥാനത്തേക്ക് മാരുതി സുസുക്കി DNA ഉപയോഗിച്ച് 12 ലക്ഷം രൂപയ്ക്ക് കീഴിൽ വിലമതിക്കുന്ന 6 മോഡലുകൾ പുറത്തിറക്കാനാണ് ടൊയോട്ടയുടെ തീരുമാനം. ടൊയോട്ട സുസുക്കി സഖ്യത്തോടെ വിപണിയിൽ ഇരുകൂട്ടർക്കും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചുവെന്നതാണ് റിപ്പോർട്ട്. ഈ വർഷത്തിന്റെ അവസാനത്തിൽ ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് വാഹനത്തെ അവതരിപ്പിക്കുമെന്ന് മാരുതി സുസുക്കി വ്യക്തമാക്കിയിട്ടുണ്ട്. നിരയിൽ നിന്നുള്ള ജനപ്രിയ വാഹനമായ വാഗണറാണ് മാരുതി നിരയിൽ നിന്നും ആദ്യം ഇലക്ട്രിക് പരിവേഷത്തോടെ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്.